ഗവർണറുടെ സുരക്ഷ ശക്തമാക്കാൻ പോലീസ് നാളെ കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിലെത്താനിരിക്കെയാണ് പോലീസ് നടപടി. ഗവർണറെ ക്യാമ്പസുകളിൽ കാലുകുത്താൻ അനുവദിക്കില്ലെന്നാണ് SFIയുടെ നിലപാട്. ഈ വെല്ലുവിളി ഏറ്റെടുത്താണ് കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിലെ ഗസ്റ്റ് ഹൌസിൽ തന്നെ താമസിക്കാൻ ഗവർണർ തീരുമാനമെടുത്തത്. സംസ്ഥാന ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഗവർണർക്കുള്ള സുരക്ഷ വർദ്ധിപ്പിക്കാനുള്ള തീരുമാനം. ഡൽഹിയിലുള്ള ഗവർണർ നാളെ വൈകിട്ടോടുകൂടി കോഴിക്കോട്ടെത്തും. 16, 17, 18 തീയതികളിൽ കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിനുള്ളിലെ ഗസ്റ്റ് ഹൌസിൽ തങ്ങാനാണ് ഗവർണർ തീരുമാനിച്ചിട്ടുള്ളത്. നേരത്തെ സർക്കാർ ഗസ്റ്റ് ഹൌസ് ബുക്ക് ചെയ്തിരുന്നെങ്കിലും പിന്നീട് ഒഴിവാക്കുകയായിരുന്നു. SFIയുടെ നിലപാട് തന്നെയാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് ഗവർണറെയും എത്തിച്ചിരിക്കുന്നത്. ക്യാമ്പസുകളിൽ കാലുകുത്താൻ അനുവദിക്കില്ല എന്നൊരു നിലപാടായിരുന്നു SFI എടുത്തിട്ടുള്ളത്. ഇപ്പോഴും അവർ കരിങ്കൊടി പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു. തിരുവനന്തപുരത്ത് ഗവർണർക്ക് നേരെ ഒരു ദിവസം 3 തവണയാണ് കരിങ്കൊടി പ്രതിഷേധമുണ്ടായത്. കന്റോൺമെന്റ് പോലീസ് എടുത്ത കേസിലെ പ്രതികൾക്ക് കഴിഞ്ഞ ദിവസം കോടതി ജാമ്യം നിഷേധിക്കുകയും ചെയ്തിരുന്നു. 6 പേരും റിമാൻഡിൽ തുടരുകയാണ്. IPC 124 PDPP ആക്ട് ഉൾപ്പെടെയുള്ള വകുപ്പുകൾ SFIക്കാർക്കെതിരെ ചുമത്തിയിരുന്നു. അതേസമയം CPM നിലപാടും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. സമരം ചെയ്യാനുള്ള അവകാശം SFIക്ക് ഉണ്ട് എന്ന് തന്നെയാണ് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത്. മാത്രവുമല്ല, കാവ്യവൽക്കരണത്തിനെതിരെയാണ് തങ്ങളുടെ ഈ സമരമെന്ന നിലപാടിൽ SFI നിൽക്കുകയും ചെയ്യുന്നു. പോലീസിനെ സംബന്ധിച്ച് വലിയ വെല്ലുവിളി തന്നെയാണ്. തിരുവനന്തപുരത്ത് ഉണ്ടായതുപോലെ ഗവർണർ കാറിന് പുറത്തേക്ക് ഇറങ്ങുകയും SFIക്കാരുടെ അടുത്തേക്ക് പോവുകയും ചെയ്തു കഴിഞ്ഞാൽ അത് പോലീസിനുണ്ടാക്കുന്ന തലവേദന ചെറുതായിരിക്കില്ല. ഏതായിരുന്നാലും വെല്ലുവിളിച്ച് തന്നെയാണ് ഗവർണറും SFIയും ഇപ്പോഴും നിലകൊള്ളുന്നത്. VV വിനോദ്, News 18, തിരുവനന്തപുരം.